ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സേമിയ പായസമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് സേമിയ പായസം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് വേണം നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാൻ. അതല്ലെങ്കിൽ ഇതുപോലെ ചട്ടി ഒരുപാട് ചൂടായി പോവും. അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്താൽ മതി. ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് മുന്തിരിയും ഇട്ട് കൊടുക്കാം. മുന്തിരി നന്നായി വീർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുന്തിരിയും മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെയാണ് സേമിയം ഇട്ട് വറുത്തെടുക്കുന്നത്. സേമിയവും ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്നത് വരെയാണ് വറുത്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. നിങ്ങൾ കണ്ടുപോകുന്നതിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് നന്നായി വറുത്തെടുക്കാം സേമിയം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണല്ലേ സേമിയം പായസം. അപ്പോൾ നമ്മുടെ സേമിയം ഇവിടെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളിയിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് വെള്ളവും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പാലും വെള്ളവും നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുക്കുന്നത് 3 സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചൊവ്വരിയാണ്. ചൊവ്വരി കുറച്ച് മാത്രമേ ഞാൻ കുതിർത്തിയെടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പാലിലേക്ക് ചൊവ്വരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചൊവ്വരി നന്നായി വേവിച്ചെടുക്കാം. നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതല്ലെങ്കിൽ പാലിന് പാട കെട്ടും. അപ്പോൾ നമുക്ക് നന്നായി ചൊവ്വരി വേവിച്ചെടുക്കാം. എന്താഘോഷം വന്നു കഴിഞ്ഞാലും നമ്മൾ പായസം തയ്യാറാക്കുന്നതിൽ കൺഫ്യൂഷൻ ആവും അല്ലേ. ഇനി നമുക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, നമുക്ക് സേമിയം പായസം തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ നമ്മുടെ ചൊവ്വരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സേമിയയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് മാത്രം പായസമേ ഇവിടെ തയ്യാറാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ചൊവ്വരിയും സേമിയയും ഒക്കെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എത്ര പേർക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ അത്രയും സേമിയവും പാലും ചൊവ്വരിയും ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് പായസം കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ്. അപ്പോൾ നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഏലക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടിച്ച ഏലക്ക കയ്യിലുള്ളവർക്ക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ പൊടിക്കാത്ത ഏലക്കയാണ്, അതുകൊണ്ട് ഞാൻ പൊടിക്കാത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ ചെറിയ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ കുറച്ച് മാത്രം പായസമേ തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് എല്ലാതും കുറച്ച് മാത്രം ആഡ് ചെയ്യുന്നത്. ഇതൊരു മീഡിയം മധുരത്തിലുള്ള പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്